ഇന്ന് രാവിലെ തന്നെ ഞാൻ സ്കൂളിലേക്ക് പോവാട്ടോ മോളെ ആക്കാൻ വേണ്ടിയിട്ട്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ മോൾക്ക് ഇന്നൊരു എക്സാം ഉണ്ട്. ഈ സ്കൗട്ടിൻ്റെ ബുൾബുൾ എന്നുള്ളൊരു സ്കൗട്ടിൻ്റെ എക്സാം ഉണ്ട്. മഞ്ചേരി തുറക്കൽ സ്കൂൾ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ 8:30 കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടുന്ന് വണ്ടി വന്ന് ഓരോ സ്കൂളിലേക്ക് എത്തിക്കും. അപ്പോൾ 4 കുട്ടികളുണ്ട് എക്സാമിന്. അപ്പോൾ അവിടേക്ക് പോവുകയാണ്. തേജുട്ടനെ എണീറ്റിട്ടൊന്നുമില്ല. ഇപ്പം ഞാനിവരെ ഇവിടെ ആക്കി വീട്ടിലെത്തിയാലും നീക്കുണ്ടാവില്ല, അത്രയ്ക്ക് ഉറക്കമാണ് അവന്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്കൂളിലെത്തി. അപ്പോൾ തന്നെ ഒരു കുട്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 2 ആളും കൂടെ വരാണ്ട്. അങ്ങനെ 2 ആളും എത്തി. അതുപോലെ തന്നെ വണ്ടി ഏതായാലും അവരെയും കൊണ്ട് മഞ്ചേരി സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാൻ വീട്ടിലെത്തി. ഗ്രീൻ പീസും അതുപോലെ തന്നെ നൂലപ്പൊക്കെ കൂട്ടി ചായ കുടിച്ചു. തേജുട്ടൻ എണീറ്റിട്ടില്ല. ഇന്ന് അംഗനവാടി കട്ടാണ്. അപ്പം അങ്ങനെ ഞാൻ വേഗം തുടയ്ക്കാനൊക്കെ നിന്ന് തേജുട്ടനൊക്കെ എണീറ്റ് ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഞാൻ തുടയ്ക്കാൻ നിന്നപ്പോൾ തന്നെ തേജുട്ടനതാ എന്നെ സഹായിക്കുകയാണ്. ഇവന് നല്ലോണം സഹായിക്കും കേട്ടോ. അതേപോലല്ല അവന്. ഓക്ക് അങ്ങനെ കണ്ടാൽ സഹായങ്ങളൊന്നും ഓള് ചെയ്യൂല കേട്ടോ. ഇവന് നല്ലോണം സഹായിക്കും. അപ്പോൾ ഞാൻ അലക്കാണെങ്കിലോ അടിക്കുകയാണെങ്കിലോ മുറ്റടിക്കുകയാണെങ്കിൽ മുറം കൊണ്ടുവന്ന് തരും. എന്നിട്ട് അതിക്ക് വാരിട്ട് കൊടുക്കണം. അപ്പോൾ അവനെ കൊണ്ടുപോയിടും. അങ്ങനെയൊക്കെ നല്ലൊരു ഹെൽപ്പറാണ് കേട്ടോ. ഇനി വലുതാകുമ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ഓൻ തുടക്കുകയാണ്. അപ്പം എന്തായാലും ചെയ്യട്ടെ. ഞാൻ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. പൊന്തണമൊന്നുമില്ല ഓനെക്കാട്ടിലും വലിപ്പമുണ്ട് കോല്. അങ്ങനെ ഓനവിടെ ഓൻ്റെ കലാപരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പം ഞാനൊന്ന് മൂപ്പിക്കട്ടെ എഴുതിയിട്ട് ഞാൻ ചെന്നിങ്ങനെ പറയാണ്, ഇങ്ങനെയല്ല അങ്ങനെ തുടക്കി അവിടെ തുടക്കി ഇവിടെ തുടക്കി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓനെ മൂപ്പിക്കട്ടോ. നമ്മളെ കൂടെ മക്കൾ പണിയെടുക്കണമെങ്കിൽ അവരോട് എടുക്കരുത് എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. നമ്മുടെ കൂടെ അവരും ചെയ്യട്ടെ, അവരും അതൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അങ്ങനെ പിന്നെ ഞാൻ കോല് വാങ്ങി തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് മീൻ ഇന്നലെ വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വയ്ക്കണം. അപ്പോൾ മത്തിയും അതുപോലെ തന്നെ വെത്തലുമാണ് മേടിച്ചിട്ടുള്ളത്. ഞങ്ങളവിടെ ആ മീനിനെ വെത്തലെന്ന് പറയും. അപ്പോൾ അങ്ങനെ മത്തി ഞാനൊന്നിട്ട് വറ്റിച്ച് പിന്നെ അതുപോലെ തന്നെ അവിയലും ഉണ്ടായിരുന്നു കേട്ടോ. അവിയലുണ്ടാക്കി. പിന്നെ അവിയൽ എന്താ വെച്ചാൽ ഇളയച്ചൻ കൊണ്ടുവന്നതായിരുന്നു അവിയൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനതും ഉണ്ടാക്കി. അതുപോലെ പിന്നെ തേങ്ങ അരയ്ക്കാത്ത പൊടിയിട്ട സാമ്പാറും പിന്നെ നമ്മളെ വെത്തൽ പൊരിക്കും ചെയ്തു കേട്ടോ. ഇതൊക്കെ റെഡിയാക്കിയത് വൈകുന്നേരത്തിനും കൂടെ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ വെത്തൽ പൊരിച്ച ആ ചട്ടി തന്നെ ഞാൻ ചോറ് ഉണ്ണ കേട്ടോ. ഞാൻ അതിൽ കുറച്ച് കായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് വെറുതെ കളയണ്ടല്ലോ. അല്ല പിന്നെ മോറാനും സുഖമായില്ല. ഇനി വേറൊരു പാത്രം എടുത്ത് അതും കഴുകണ്ടല്ലോ. അപ്പം അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു 12:30 ആകുമ്പോൾ ഞാൻ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൂട്ടിലേക്ക് വന്ന് നിൽക്കാം കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്നു. അവിടുന്ന് ടീച്ചർ ഇറങ്ങിയപ്പോൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മോളൊക്കെ എത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ പോണ വഴിയിലുണ്ട് ശംഖുപുഷ്പം കുറച്ച്. അപ്പോൾ ഞാൻ അതും പറിച്ചെടുത്തിട്ടോ. ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെള്ളം കലക്കി കൊടുക്കാമല്ലോ എന്ന് വെച്ച് ഞാൻ അതും പറിച്ചെടുത്തു. അപ്പോൾ അത് പറിച്ചെടുത്ത് ഞാൻ വേഗം അതൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒരു ഇത്തിരി വെള്ളത്തിൽ അത് നല്ലോണം തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അത് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഒന്ന് മൂടി വെച്ചിട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ചെമ്പരത്തി ജ്യൂസ്, നാരങ്ങ വെള്ളം, അതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കളർഫുൾ ആയിട്ടുള്ള വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഓൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് അതുപോലെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളൊന്നും കൊടുക്കാക്കി വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ പൊതുവെ അങ്ങനത്തെ ഒന്നും കൊടുക്കലുമില്ല. അപ്പോൾ നമ്മളെ ശംഖുപുഷ്പം നല്ലോണം തിളപ്പിച്ച് അതൊന്ന് അതായത് അതിൻ്റെ ആ കളറൊക്കെ നല്ലോണം ആ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പിന്നെ അതൊന്ന് അരിപ്പയിലെടുത്ത് അരിക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും ഈ ചെമ്പരത്തി അതുപോലെ ഈ ശംഖുപുഷ്പമൊക്കെ. വെറുതെ കളയരുത്. നമ്മളെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ മക്കൾക്ക് നല്ല നമുക്കും കുടിക്കുക കേട്ടോ. ഉണ്ടാക്കി കൊടുക്കുക. ഒന്നിലൊരു വിഷാംശം ഇല്ലാത്തതല്ലേ. വെറുതെ എന്തിനാണ് അതുപോലെ ടാങ്ക് മറ്റും മറിച്ചതൊക്കെ മേടിച്ച് കണ്ട് ഇങ്ങനെ ഓരോന്ന് കലക്കി കൊടുക്കണേ നല്ലത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ ഓർക്ക് ആ കളർ കാണുമ്പോൾ ഇഷ്ടമാവും. അപ്പം അങ്ങനെ നാരങ്ങ നീര് കൂടുതൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഒറ്റിക്കുമ്പോൾ അതിനൊരു ചേഞ്ച് വരും കേട്ടോ. കളർ വെള്ളത്തിന് വേറൊരു കളറായി വരും. ഞാൻ ഒരു നാരങ്ങ മൊത്തം എടുത്തപ്പോൾ തന്നെ ഒരു പർപ്പിൾ കളർ ഷെയ്ഡ് വരാനായിട്ടുണ്ട് കേട്ടോ. പർപ്പിൾ തന്നെ തോന്നുന്നു കേട്ടോ. കളർ എന്തൊക്കെയാണ് എന്തായാലും നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഉജാല കളർ.
ആ ഒരു ഷെയ്ഡിക്ക് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നാരങ്ങ നീര് ഇട്ടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു റെഡ് കളർക്ക് വരും കേട്ടോ. പക്ഷേ ഈ ഒരു കളറായപ്പോൾ തന്നെ ഞാൻ നിർത്തി. പിന്നെ അതിക്ക് നമ്മളെ പഞ്ചസാര ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കൊടുത്തണ്ടല്ലോ എൻ്റെ സാറേ. പിന്നെ ഇതിൻ്റെ അപ്പുറം വേറൊരു വെള്ളം ആർക്കും വേണ്ടില്ല. ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നുമില്ല, നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം തന്നെ. പക്ഷെ അതിൻ്റെ കളറ് കാണുമ്പോൾ എന്തായാലും കുട്ടികൾ കുടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഇതും അതുപോലെ ചെമ്പരത്തി ഇതുപോലെ തിളപ്പിച്ച് അങ്ങനെ ഈ 2 സംഭവം ഞാൻ നല്ലോണം ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. തേജുട്ടനാണെങ്കിൽ അംഗനവാടി വിട്ട് വരുമ്പോൾ എൻ്റെ ഭഗവാനേ നാരങ്ങ വെള്ളം കിട്ടൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു വൈകിട്ടായപ്പോൾ തന്നെ എനിക്ക് നല്ല പനി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പനിക്കുള്ള ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിട്ടുണ്ട്. ആ ഒരു ഇത് തുടക്കം ഇട്ടപ്പോൾ തന്നെ ഞാൻ വേഗം ഒറ്റൊരു ഗുളിക ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതെടുത്ത് കുടിക്കുകയാണ്. ഇത് കുടിച്ചിട്ട് കുറവില്ലെങ്കിൽ പിന്നെ എന്തായാലും ഡോക്ടറെ കാണിക്കും. കാരണം നമുക്ക് ഗുളിക ഇങ്ങനെ കുടിക്കാൻ പറ്റൂലല്ലോ. അപ്പം ഞാൻ കുറവില്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതിൽ ഒന്ന് കുടിച്ച് നിർത്തുകയാണ്. അപ്പോൾ ഞാൻ കുടിച്ചപ്പോൾ തന്നെ പറയണ്ടേ ഈ ഒരു ഗുളികേമ നിന്നിട്ടില്ലെങ്കിൽ എന്തായാലും ആശുപത്രിയിൽ പോകുന്നുള്ളതിൽ. അങ്ങനെ വിളക്ക് വെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോക്ക് ഒന്ന് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.